ഹലോ, ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ നല്ല വാളംപുളി ഇട്ട് വറ്റിച്ചെടുത്ത മത്തിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ താരം നമ്മുടെ വാളംപുളിയാണ്. അത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനും വെച്ചിട്ടുണ്ട്. മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ കുഴമ്പുളി തന്നെ വേണമെന്നുണ്ടോ? ഇല്ലെന്നേ. ഈ കറിയിലോട്ട് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതാട്ടോ എടുക്കുന്നത്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും. പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡിയും കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് പച്ചമുളകും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റണം. ആ സമയത്ത് നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും, നന്നായിട്ട് സ്പൈസി ആണെന്നുള്ളവർക്ക് നമുക്ക് സാധാ മുളക് പൊടിയും യൂസ് ചെയ്യാം. ഇതിൽ പച്ചമുളക് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വാളംപുളിയുടെ വെള്ളം ഇതേപോലെ കിട്ടും. വാളംപുളിയുടെ വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളമോ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് ഒരു കുറുകിയ മട്ട് കിട്ടും ചെയ്യും, ഒരു കൊഴുപ്പ് കിട്ടും. ഈ പൊടികളിടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ലേ, അതുണ്ടാവില്ല. എന്നിട്ട് ആ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വാളംപുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ആവശ്യമുള്ള ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മീൻകറിയിൽ ഏത് പുളിയാണ് ഇടാറ് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. വെന്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. എന്തൊരു മണം അറിയോ. ചാറൊക്കെ വറ്റി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതേപോലെ പച്ച വെളിച്ചെണ്ണയും കൂടിയും തൂവി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.